ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ എങ്ങനെയാണോ? ഫിറ്റോണിയ ആൽബിവെനിസ്, ഫിറ്റോണിയ ആൽബൈവെനിസ്, ഫിറ്റോണിയ ആൽബിവെനിസ്, ഫിറ്റോണിയ ആൽബൈവെനിസ്. അതൊന്നും വേണ്ട, സിമ്പിളായിട്ട് പറയാം, ഫിറ്റോണിയ ആൽബിവെനിസ്. ഹേ ഗായ്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഫിറ്റോണിയ ആൽബിവെനിസ് എന്ന പ്ലാന്റിനെ പരിചയപ്പെടുത്താനാണ്. ഫിറ്റോണിയ ആൽബിവെനിസിന് പല പേരുകളുണ്ട്. നെർവ് പ്ലാന്റ് എന്ന് വിളിക്കുന്നുണ്ട്, മൊസൈക്ക് പ്ലാന്റ് എന്ന് വിളിക്കും. ഇതൊരു അക്കാന്തസ് ഫാമിലിയിലെ മെമ്പറാണ്. ഇതൊരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു പ്ലാന്റാണ്, ഒരു മിനിയേച്ചർ പ്ലാന്റാണ്. ഇതിൻ്റെ വെയിൻസും കൊണ്ടാണ് നമ്മളിതിനെ അറിയപ്പെടുന്നത്. ഇതിൻ്റെ കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള കളേഴ്സ്, ഒരു ഡാർക്ക് ഗ്രീൻ ഫോളേജിൽ കോൺട്രാസ്റ്റിംഗ് കളേർഡായിട്ടുള്ള വെയിൻസാണ് ഇതിനകത്തിൽ അവൈലബിൾ ആയിരിക്കുന്നത്. ലൈക്ക് വൈറ്റ്, പിങ്ക് കോൺട്രാസ്റ്റിംഗ് കളർ, ഗ്രീൻ, ഓറഞ്ച്, അങ്ങനത്തെ കളേഴ്സ് ഇതിനകത്തിൽ അവൈലബിൾ ആണ്. ടേബിൾ ടോപ്പിൽ യൂസ് ചെയ്യാം. ബുഷിയായിട്ട് വളരുന്ന ഒരു പ്ലാന്റാണ്. സ്പിൽ ഓവർ പ്ലാന്റായിട്ട് യൂസ് ചെയ്യാം ഹാങ്ങിങ് ഗാർഡനിൽ. ഇതൊരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ള, എന്താ പറയുക, ഇത് നോക്കുമ്പോൾ തന്നെ വളരെ മിനിയേച്ചറായിട്ടുള്ള ലീവ്സാണ് ഇതിനുള്ളത്. ലോ ടു മീഡിയം ലൈറ്റിലാണ് നമ്മളിതിനെ വളർത്തുന്നത്. ബ്രൈറ്റ് ലൈറ്റിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇല വളരെ തിന്നായതുകൊണ്ട് കരിഞ്ഞു പോകാൻ ചാൻസസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഡാർക്ക്, തീരെ വെളിച്ചമില്ലാത്ത സ്ഥലത്തും വെക്കാൻ പറ്റത്തില്ല. ഒരു മീഡിയം ലൈറ്റ് ടോളറേറ്റ് ചെയ്യും. ഇനി ഇതൊരു മോയ്സ്റ്റ് ലവിങ് പ്ലാന്റാണ്. ഭയങ്കര തേഴ്സ്റ്റി ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. അതുകൊണ്ട് എന്നും വെള്ളം ഒഴിക്കണം എന്നല്ല, ആഴ്ചയിലൊരു അതിൻ്റെ സോയിലിൻ്റെ മോയ്സ്റ്റ് അനുസരിച്ചിട്ട് വേണം നിങ്ങൾ ഒഴിക്കാൻ. സോയിൽ നന്നായിട്ട് മോയ്സ്റ്റ് കണ്ടീഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അതിൽ നിന്ന് നിങ്ങൾക്ക് തൊട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ കയ്യിലിപ്പോൾ തീരെ വെള്ളം നിൽക്കുന്നില്ല. സോ ഇപ്പം ഞാൻ ഇന്നലെ ഇതിന് വെള്ളം ഒഴിച്ചാണ്. ഞാൻ എൻ്റെ വാട്ടർ ഒരിക്കലും ഓവർ വാട്ടർ ചെയ്യാറില്ല, എപ്പോഴും അണ്ടർ വാട്ടറിങ് ചെയ്യാറുള്ളൂ. വൺസ് ആ സോയിലൊക്കെ നന്നായി ഡ്രൈ ആയതിനു ശേഷം ഞാൻ വാട്ടർ ചെയ്യാറുള്ളൂ. നല്ല ഡ്രെയിനേജ് ആയിട്ടുള്ള ഒരു പോട്ടിൽ വേണം നിങ്ങൾ ഏത് പ്ലാന്റും വെക്കാൻ. അതിൻ്റെ ഹെൽത്തി കണ്ടീഷനിലായിരിക്കണമെങ്കിൽ നമ്മൾ നല്ല ഡ്രെയിനിങ് ആയിട്ടുള്ള ഒരു പോട്ടിൽ വേണം ഇതിനെ വെക്കാൻ. ഇനി ഈ പ്ലാന്റ്സ് എന്ന് പറയുന്നത് ടെറാറിയത്തിന് യൂസ് ചെയ്യുന്ന പ്ലാന്റ്സ് ആണ്. ബോട്ടിൽ ഗാർഡൻസിന് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് സ്പിൽ ഓവറായിട്ട് യൂസ് ചെയ്യാം. ടെറാറിയത്തിലൊക്കെ വെക്കാൻ മിനിയേച്ചർ പ്ലാന്റ്സ് ആണല്ലോ ടെറാറിയത്തിൽ വെക്കാറുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് ടെറാറിയത്തിൽ, ബോട്ടിൽ ഗാർഡൻസിലൊക്കെ വെച്ച്, ഇത് നല്ലൊരു ഇൻഡോർ പ്ലാന്റാണിത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ കളർ വേരിയേഷൻസ് കിട്ടുമ്പോൾ നിങ്ങളുടെ റൂമിൽ, ഇപ്പം ലോ ടു മീഡിയം സൺലൈറ്റ് വരുന്ന ഒരു റൂമാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. സ്മോൾ സ്പേസസിൽ ഫില്ല് ചെയ്യാം. ലിവിങ് റൂംസിലും ബെഡ്റൂംസിലൊക്കെ വെക്കാവുന്ന ഒരു പ്ലാന്റാണ്. നിങ്ങൾക്ക് ഈ പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇത് വൺസ് ഇത് സ്പിൽ ഓവർ ആകുമ്പോൾ ഇതിൻ്റെ നോട്ട്സ് നോക്കിയിട്ട് നിങ്ങൾ കട്ട് ചെയ്യുക. ജസ്റ്റ് പ്ലാന്റിൻ്റെ നോഡ് അറിയില്ല, അതിൻ്റെ ജസ്റ്റ് ബിലോ ആയിട്ട് നിങ്ങൾ കട്ട് ചെയ്തിട്ട് അത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെക്കുക, സോയിലിൽ വെക്കുക. വാട്ടർ പ്രൊപ്പഗേഷൻ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ ഇത് ചെയ്തിട്ടില്ല. സോയിലാണ് കുറച്ചുകൂടി എളുപ്പമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഈ പ്ലാന്റ് ഞാൻ 60 rupeesനാണ് വാങ്ങിച്ചത്. ഫസ്റ്റ് ഞാൻ ഗ്രീൻ വൈറ്റ് വെയിൻസ് ആണ് ആദ്യം വാങ്ങിച്ചത്. പിന്നീടാണ് ഞാൻ വാങ്ങിച്ചത് പിങ്ക് വെയിൻസ്. പാലക്കാട് ട്രോപ്പിക്കൽ ഗ്രീൻസ് എന്ന നഴ്സറിയിൽ നിന്നാണ് ഞാനിത് വാങ്ങിച്ചിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കൈൻഡ്ലി ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.